ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗോടെ ബീഹാർ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചിരിക്കുകയാണ്. ബീഹാറിൽ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 64% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണ ആദ്യഘട്ടത്തിൽ 55.68% ആകെ പോളിംഗ്. വൈകിട്ട് 3 മണി പിന്നിട്ടപ്പോഴേക്കും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം മറികടക്കുമെന്ന നിലയിലെത്തിയിരുന്നു. കഴിഞ്ഞ തവണയെല്ലാം ഒരുപാട് ആക്രമണങ്ങളും ആരോപണങ്ങളും എല്ലാം ഇലക്ഷന്റെ ഭാഗമായി ഉണ്ടായെങ്കിലും ഈ തവണത്തേത് അതിനെ അപേക്ഷിച്ച് കുറവായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു. ബീഹാറിലെ ലക്കിസാറിലാണ് അതിക്രമമുണ്ടായത്. മഹാസഖ്യത്തിന്റെ ശക്തമായ ബൂത്തുകളിൽ വോട്ടെടുപ്പ് മനഃപൂർവ്വം മന്ദഗതിയിലാക്കാൻ വൈദ്യുതി വിതരണം ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തുന്നു എന്ന് RJD ആരോപിക്കുകയും ചെയ്തിരുന്നു. വാശിയേറിയ പ്രചാരണം വോട്ടിംഗിലും പ്രതിഫലിക്കുന്ന കാഴ്ചയാണ് ബീഹാറിൽ നിന്നും കാണാനായത്. ബീഹാറിൽ വലിയ മാറ്റം കാണുന്നുവെന്ന് തേജസ്വി യാദവ് അവകാശപ്പെട്ടപ്പോൾ ജനം ജംഗൽ രാജിനെതിരെ വിധി എഴുതുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുമുണ്ടായി. ബഗുസരായ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. സംസ്ഥാനത്തെ 243 മണ്ഡലങ്ങളിൽ 121 എണ്ണത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. ഇത് ഭരണകക്ഷിയായ NDAയും കരുത്താർജിച്ച മഹാസഖ്യവും തമ്മിൽ കടുത്ത മത്സരത്തിലാണ് കളമൊരുക്കിയത്. 1314 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ മത്സര രംഗത്തുണ്ടായത്. 3.75 കോടി വോട്ടർമാരാണ് വിധി എഴുതിയത്. പോരാട്ടത്തിന്റെ വീറും വാശിയും പ്രകടമാക്കിക്കൊണ്ടായിരുന്നു ഒന്നാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചത്. ഒന്ന് നോക്കിയാൽ മോദിയുടെയും രാഹുലിന്റെയും നേർക്കുനേർ യുദ്ധമാണ് ബീഹാറിൽ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരെ കളത്തിൽ ഇറക്കിയായിരുന്നു NDA തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നത്. മഹാസഖ്യത്തിനായി രാഹുൽ ഗാന്ധിയും പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. മോദി രാഹുൽ വാക്പോര് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം തെളിഞ്ഞു നിന്നിരുന്നു. രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും ലക്ഷ്യം വെച്ചായിരുന്നു മോദിയുടെ പ്രതികരണങ്ങൾ. രാഹുലും തേജസ്വി യാദവും കോടികളുടെ അഴിമതി നടത്തിയതായാണ് മോദി ആരോപിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിൽ 2 രാജകുമാരന്മാർ കറങ്ങി നടക്കുകയാണെന്നും മോദി പരിഹസിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഛഠ് പൂജയെ അപമാനിച്ചു എന്നായിരുന്നു മോദിയുടെ മറ്റൊരാരോപണം. എന്നാൽ വോട്ട് മോഷണം അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിയായിരുന്നു രാഹുലിന്റെ പ്രചാരണം. ഒരു ഘട്ടത്തിൽ മോദി വ്യാജ ഡിഗ്രിക്കാരനാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു. എന്തായാലും ചരിത്രം മാറ്റിക്കുറിച്ച പോളിംഗ് ശതമാന കണക്കുകൾ പുറത്തു വന്നതോടെ ഇനി അങ്ങോട്ട് എന്താകും ബീഹാറിൽ നടക്കാൻ പോകുന്നത് എന്നത് ഇനി അങ്ങോട്ട് ആകാംക്ഷയോടെ കണ്ടറിയാം.